നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. താലൂരിൽ നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിജയം. ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. പടിഞ്ഞാറെ പെരുവിളിശ്ശേരി കാവടി സമാജം ഒരുക്കുന്ന തൈപ്പൂയ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശനവും സംഭാവന സമ്മാന കൂപ്പൺ വിതരണവും നടന്നു. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി പൊതുയോഗം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പൊതുയോഗം. വാർത്തകൾ വിശദമായി. തലൂരിൽ നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിജയം. ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 248 പോയിന്റ് നേടിയാണ് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായത്. UP വിഭാഗത്തിൽ 2ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3ാം സ്ഥാനവും സ്കൂൾ കരസ്ഥമാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ട്രോഫി പ്രധാനാധ്യാപകൻ CM ജോഷിക്ക് സമ്മാനിച്ചു. PTA പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ്, അധ്യാപകരായ റോസ് പോൾ, ലിസി ജോസഫ്, ജ്യോതി ജോൺ, ജിൻസി ജോസഫ്, ശാരദാദേവി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി കാവടി സമാജം ഒരുക്കുന്ന തൈപ്പൂയ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശനവും സംഭാവന സമ്മാന കൂപ്പൺ വിതരണവും നടന്നു. തായങ്കുളങ്ങര തൈപ്പൂയത്തിന്റെ ഭാഗമായാണ് നോട്ടീസ് പ്രകാശനവും സംഭാവന സമ്മാന കൂപ്പൺ വിതരണവും നടത്തിയത്. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് മേക്കാവ് ഭഗവതി മേൽശാന്തി പാൽക്കിഴിമഠം ശ്രീനിവാസ എംബ്രാതിരി ഉദ്ഘാടനം ചെയ്തു. ആദ്യ കൂപ്പൺ ആഞ്ചേരി മണികണ്ഠൻ ഏറ്റുവാങ്ങി. കാവടി സമാജം പ്രസിഡന്റ് CG രാമകൃഷ്ണൻ അധ്യക്ഷനായി. കമ്മിറ്റി സെക്രട്ടറി AN ഗോപിനാഥൻ, ട്രഷറർ PK ഗോപാലകൃഷ്ണൻ, രക്ഷാധികാരി CK നാരായണൻകുട്ടി, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2026 തൈപ്പൂയത്തോടനുബന്ധിച്ച് അതിനുള്ള ഫണ്ട് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൂപ്പൺ ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും പരിപാവനമായ മേക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഇന്ന് മേക്കാവ് മേൽശാന്തി ശ്രീനിവാസൻ എംബ്രാതിരി നിർവഹിക്കുകയാണ്. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കാവടി സമാജം അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തി. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി പൊതുയോഗം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പൊതുയോഗം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക അധ്യക്ഷത വഹിച്ചു. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ്, നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M സ്വർണലത, നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗം VV പ്രദീപ്, നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലംപറമ്പിൽ, നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം TR വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് BJP എന്നീ പാർട്ടികളിൽ നിന്ന് CPIയിലേക്ക് വന്ന സഖാക്കളെ VS സുനിൽകുമാർ പതാക നൽകി സ്വീകരിച്ചു. ഉണ്ണിയാരം പുരക്കൽ കുട്ടൻ, പുഷ്പ കുട്ടൻ ചോറാട്ടിൽ, ലൗലി ശശിധരൻ, വിനീഷ, സജീഷ്, സജിനി മോഹൻദാസ്, സുലോചന ബാഹുലയൻ, രാജി സുധീർ എന്നിവരാണ് CPIയിൽ അംഗത്വം സ്വീകരിച്ചത്. സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണവും വെള്ളിയും നേടിയ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിന് ജന്മനാടിന്റെ ആദരം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തും സർവീസ് സഹകരണ ബാങ്ക്, പെരിഞ്ഞനം പൗരാവലി എന്നിവ ചേർന്നാണ് സ്നേഹാദരവ് ഒരുക്കിയത്. ചക്കരപ്പാടം ഹാർമണി ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹാദര സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, MM മുഹമ്മദ് ഹനീഫ, ഹംസ വൈപ്പിപ്പാടത്ത്, EK രമേശ്, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അശോകൻ തറയിൽ, സംഘാടക സമിതി ജനറൽ കൺവീനർ ദിലീപ് കരുവത്തിൽ, പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ്, സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് TB ഷാജി എന്നിവർ സംസാരിച്ചു. മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച തളിക്കുളം സ്വദേശിനി അനീഷ അഷ്റഫ് പ്രത്യേക അനുമതിയോടെ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി.
വീഡിയോ കോൾ മുഖേന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരിട്ടറിയിച്ചാണ് അനീഷ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതിയത്. പരീക്ഷാ ഹാളിന് സമാനമായി വീട്ടിലെ മുറിയിൽ അനീഷയും ഇൻവിജിലേറ്ററും മാത്രമായാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ നടത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും പ്രത്യേക അനുമതിയോടെ നടത്തുന്ന പരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്ന കർശന നിർദ്ദേശങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. ആരോഗ്യ പരിമിതികൾക്ക് തകർക്കാനാകാത്ത ആത്മവിശ്വാസവും സാഹചര്യങ്ങൾക്ക് സമരസപ്പെടാത്ത മനോധൈര്യവുമാണ് അനീഷയ്ക്ക് ജീവിതത്തോടുള്ള സമീപനം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ, സാമൂഹ്യനീതി വകുപ്പ്, സംസ്ഥാന ഭിന്നശേഷി വകുപ്പ് എന്നിവയുടെ നിരന്തര ഇടപെടലുകളാണ് അനീഷയെ തുണച്ചത്. പൊതുപരീക്ഷയുടെ രഹസ്യ സ്വഭാവം പരിഗണിച്ച് ആദ്യം തടസ്സമറിയിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക നടപടി സ്വീകരിക്കുകയായിരുന്നു. ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അനീഷയുടെ അസാമാന്യ ഇച്ഛാശക്തി മറ്റു വിദ്യാർത്ഥികൾക്ക് പ്രചോദനം പകരുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം 5ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചതാണ് അനീഷ പിന്നീട് 2023 സാക്ഷരതാ മിഷന്റെ പ്രത്യേക ഇടപെടലിലൂടെ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതി വിജയിച്ചു. 2023 സംസ്ഥാന ഭിന്നശേഷി അവാർഡും അനീഷയെ തേടിയെത്തി. തളിക്കുളം സ്വദേശിയായ അനീഷയ്ക്ക് 2021 ഭിന്നശേഷി വകുപ്പ് സംഘടിപ്പിച്ച ഉണർവ് എന്ന ഓൺലൈൻ മത്സരത്തിൽ കഥാരചനാ വിഭാഗത്തിൽ 1ാം സമ്മാനവും ലഭിച്ചിരുന്നു. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതാനായത് സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് അനീഷ അഷറഫ്. ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് CM വിത്തുമേൽ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അനുമതി കിട്ടിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അനുമതി തന്നതിന് കേരള സർക്കാരിനോടും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും CM വിത്തുമേലിൻ്റെ ഓൾ ടീമിനോടും എൻ്റെ ഏറ്റവും മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. ഇന്നെനിക്ക് പരീക്ഷ തുടങ്ങാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ 2ാം സ്ഥാനം നേടിയ തൃശൂർ ജില്ലയിലെ കായിക താരങ്ങൾക്ക് ആദരം. ജില്ലാ ഭരണകൂടം, ജില്ലാ പഞ്ചായത്ത്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവ ചേർന്നാണ് സ്നേഹാദരം ഒരുക്കിയത്. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ആദര ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ കുട്ടികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷനായി. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി. സംസ്ഥാന കായികമേളയിൽ മികവ് പുലർത്തിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഭിന്നശേഷി വിഭാഗം ഉൾപ്പെടെ കായികമേളയിൽ മികവ് പുലർത്തിയ 650 കായിക താരങ്ങളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. കായികമേളയിൽ 892 പോയിന്റ് നേടിയാണ് തൃശൂർ ജില്ല 2ാം സ്ഥാനത്തെത്തിയത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, പ്രിൻസിപ്പൽ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, മുൻ ദേശീയ അത്ലറ്റും വ്യവസായിയുമായ വോഗീസ് പന്തല്ലൂക്കാരൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കായികാധ്യാപകരായ മിഥുൻ, ജയരാജ, മജീദ്, ഷാജി എന്നിവർ സ്നേഹാദരവിന് നേതൃത്വം നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച സർദാർ ഫസ്റ്റ് റീച്ച് റോഡ് നാടിന് സമർപ്പിച്ചു. E.T. ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 77 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. കണ്ണമ്പുള്ളിപുറം വായനശാലയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ റോഡിന്റെ നിർമ്മാണത്തിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടത്താൻ നമുക്ക് ഇത് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 77 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വിനിയോഗിക്കപ്പെട്ടത്. അതുകൂടാതെ 7 ലക്ഷത്തോളം സംഖ്യ നമ്മുടെ പഞ്ചായത്ത് വേറെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആ കൽവർത്തിൻ്റെ അവിടെ പണിയുന്നതിന് ഉൾപ്പെടെയുള്ളതാണ് പഞ്ചായത്ത് പ്രത്യേകമായിട്ടുള്ള പണം നീക്കി വെച്ചിട്ടുള്ളത്. അതിന് 84 ലക്ഷം രൂപയുടെ വർക്കാണ് നടന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഗൗരവപ്പെട്ട കുറേ ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു റോഡിൻ്റെ വർക്ക് വളരെ സന്തോഷപൂർവ്വം നന്നായി അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം പലപ്പോഴും റോഡുകളുടെ അവസ്ഥ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, PA ഷമീർ, നാട്ടിക ഫർക്ക, റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതി പ്രകാശ്, കിസാൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തളിക്കുളം സ്വദേശിയായ പ്രമുഖ പ്രവാസി വ്യവസായിക്ക് ഒമാനിൽ പുതിയ അംഗീകാരം. ഗൾഫ സ്ഥാപകൻ ഡോക്ടർ P. മുഹമ്മദ് അലി ഒമാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ചാൻസലറായി നിയമിക്കപ്പെട്ടു. വ്യവസായ വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം സാമൂഹിക ജീവകാരുണ്യ സേവനത്തിലും അതുല്യമായ സംഭാവനയാണ് ഗൾഫ ഡോക്ടർ P. മുഹമ്മദ് അലി നൽകിയിട്ടുള്ളത്.
ഒമാനിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പ്രചോദനമാണ് ഗൾഫാർ മുഹമ്മദ് അലിയുടെ പുതിയ ചുമതല നൽകുക. ഒമാന്റെ വളർച്ചയിലും കൈത്താങ്ങായി പ്രവർത്തിക്കാൻ ഗൾഫാർ മുഹമ്മദ് അലിക്ക് കഴിഞ്ഞിരുന്നു. വല്ലച്ചിറ ശ്രീകൃഷ്ണപുരം തർണനെല്ലൂർ വീട്ടിൽ നാണിയമ്മ മകൾ ശാരദ നിര്യാതയായി. 82 വയസ്സായിരുന്നു. ശശി മകനും ശാന്തി മരുമകളുമാണ്. സംസ്കാരം നടത്തറ പഞ്ചായത്ത് ശ്മശാനത്തിൽ നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. താലൂരിൽ നടന്ന ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിജയം. ഹൈസ്കൂൾ വിഭാഗത്തിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. പടിഞ്ഞാറെ പെരുവിളിശ്ശേരി കാവടി സമാജം ഒരുക്കുന്ന തൈപ്പൂയ ആഘോഷത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശനവും സംഭാവന സമ്മാന കൂപ്പൺ വിതരണവും നടന്നു. CPI നാട്ടിക ലോക്കൽ കമ്മിറ്റി പൊതുയോഗം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പൊതുയോഗം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.